ശിവാനി. രചന അവതരണം ഋതു. ശിവ. കാതിലെവിടെയോ നിന്നൊരു ഇടർച്ചയുള്ള വിളി കണ്ണടച്ചു പോകുന്നതിനുള്ളിലും അവൾ കേട്ടു. ഉണ്ണിയുടെ കൈകളിലേക്ക് കുഴഞ്ഞു വീഴുമ്പോൾ ആ കുഞ്ഞുടൽ ഒന്ന് വിറച്ചു. എന്താ സംഭവിച്ചതെന്നറിയാതെ കവിളിൽ തട്ടി വിളിക്കുമ്പോൾ ഷോൾഡറിന് താഴെ നിന്ന് ചോര കിനിഞ്ഞിറങ്ങുന്നത് കണ്ടവൻ ഭയന്നു. അപ്പോഴേക്കും സെയിൽസ് ഗേൾസും ഫ്ലോർ മാനേജറും ഓടിയെത്തി. ശിവാനിയെ ഗസ്റ്റ് റൂമിൽ കിടത്തുമ്പോൾ ഉണ്ണിക്കാകെ ഭ്രാന്ത് പിടിച്ചിരുന്നു. എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഡോക്ടറും ഒരു നഴ്സും വന്ന് ശിവാനിയെ പരിശോധിച്ചു. പേടിക്കണ്ട, BP ലോ ആയതാ. പിന്നെ കയ്യിലെ മുറിവ് ചെറുതാണ്, കത്തി കൊണ്ട് വരഞ്ഞതുപോലുണ്ട്. മുറിവ് മരുന്ന് വെച്ച് കെട്ടിയാൽ മതി. നിങ്ങളൊന്ന് പുറത്തു നിൽക്കൂ. താല്പര്യമില്ലെങ്കിൽ കൂടി ഉണ്ണി വാതിലടച്ച് പുറത്തു നിന്നു. ഷോപ്പിൻ്റെ മാനേജർ ആശങ്കയോടെ അവൻ്റെ മുന്നിൽ വന്നു. ഉണ്ണി തലയ്ക്ക് കയ്യും കൊടുത്ത് ടെൻഷനോടെ അവിടെയുള്ള സോഫയിലിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ചുവന്ന് കലങ്ങി. സാർ, മാനേജർ ടെൻഷനോടെ വിളിച്ചു. ഉണ്ണി മുഖമുയർത്തി. സോറി സർ, ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഞങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. ഉണ്ണി അയാളെ ദേഷ്യത്തിലൊന്ന് നോക്കി. അവൻ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞതും ഡോക്ടർ പുറത്തിറങ്ങി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആളിപ്പോൾ കോൺഷ്യസ് ആയിട്ടുണ്ട്. നന്നായി പേടിച്ചു, അതാ BP ലോ ആകാൻ കാരണം. മുറിവ് കെട്ടിയിട്ടുണ്ട്, കൈ നനയാതെ നോക്കിയാൽ മതി. ടാബ്ലറ്റൊക്കെ ടേബിളിൽ വച്ചിട്ടുണ്ട്. ഓക്കെ. ഡോക്ടർ അതും പറഞ്ഞ് അവൻ്റെ തോളിൽ തട്ടി പുറത്തേക്ക് പോയി. ഉണ്ണി അകത്തേക്ക് ഓടിക്കയറി. പുറകെ തന്നെ മാനേജറും. ശിവാനി സോഫയിൽ ചെരിഞ്ഞിരിക്കുകയാണ്. ഉണ്ണിയെ കണ്ടതും അവൾ കരയാൻ തുടങ്ങി. ശിവ, ഒന്നുമില്ലടാ, ചെറിയ മുറിവേ ഉള്ളൂ. പേടിക്കണ്ട കേട്ടോ, ഞാൻ കൂടെ തന്നെയുണ്ട്. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. അവളൊരു കുഞ്ഞിനെ പോലെ ചുരുണ്ട് കിടന്നു. ശിവ, അതാരാണെന്ന് കണ്ടോ? ഉണ്ണിയുടെ ചോദ്യത്തിൽ തന്നെ അവൾ വിറച്ചുപോയി. അതവന് മനസ്സിലാവുകയും ചെയ്തു. വേണ്ട, പോട്ടെ, ഇപ്പം അത് ഓർക്കണ്ട കേട്ടോ. തലയിൽ ചെറുതായി തടവിക്കൊണ്ട് പറയുന്ന സമയത്താണ് കാർത്തി അകത്തേക്ക് വന്നത്. എന്താടാ, എന്താ പറ്റിയത്? വന്നപാടെ കിതച്ചുകൊണ്ട് അവനത് ചോദിച്ചപ്പോൾ ചൂണ്ടുവിരൽ കൊണ്ട് ചുണ്ടിലമർത്തി ഉണ്ണി മിണ്ടല്ലേ എന്ന് പറഞ്ഞു. അയാൾ മുഖം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയേട്ടാ. ശിവാനി നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മുഖം കണ്ടില്ല. ഉണ്ണി മാനേജറെ നോക്കിയപ്പോൾ അയാൾ തല താഴ്ത്തി. ഇവിടെ CCTV ഇല്ലേ? ഉണ്ട് സർ, പക്ഷേ ട്രയൽ റൂമിനകത്തില്ല. 10 ട്രയൽ റൂമുണ്ട്, അതിനപ്പുറം ജെൻസിൻ്റെ സെക്ഷനാണ്. അവിടെ 3 ഉണ്ട്. ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ഉറപ്പായാലും ആരാണെന്ന് കണ്ടെത്താം. അയാൾ കാർത്തിയുടെ മുഖത്ത് നോക്കിയാണ് അതെല്ലാം പറഞ്ഞത്. കാർത്തി, ഞങ്ങൾ ഇറങ്ങുവാ. നീ അതെല്ലാം ചെക്ക് ചെയ്ത് ബില്ലടച്ച് ഡ്രസ്സ് കൊണ്ട് നേരെ വീട്ടിലേക്ക് വാ. സർ, പ്ലീസ്, ബില്ലൊന്നും അടക്കണ്ട. ഇത് കംപ്ലൈൻറ്റ് ചെയ്യരുത്. നമ്മുടെ ഷോപ്പിൻ്റെ റെപ്യൂട്ടേഷൻ പോകും. കുറേ ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ. ഇങ്ങനെയൊരു പ്രശ്നം നടന്നെന്നറിഞ്ഞാൽ ആൾക്കാർ വരില്ല. കേസും കാര്യങ്ങളൊക്കെ അയാൾ നിർത്തിക്കൊണ്ട് ഉണ്ണിയുടെ മുഖത്തേക്ക് മടിയോടെ നോക്കി. അല്ലെങ്കിലും ഇത് കേസാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതെങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞ് ഉണ്ണി കാർത്തിയെ ഒന്ന് നോക്കി ശിവാനിയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അവൾ പേടിയോടെ എല്ലായിടത്തും നോക്കി. ശിവ. അവളുടെ കണ്ണുകളുടെ പിടച്ചിൽ കണ്ടിട്ടാവണം അവൻ വിളിച്ചു. എവിടെയും നോക്കണ്ട കേട്ടോ. കാറിൽ കയറി പോകുമ്പോൾ അവൻ പറയാതെ തന്നെ ശിവാനി ആ നെഞ്ചിൽ തല ചേർത്തിരുന്നു. ശേഖരേട്ടന് വിളിച്ച് നന്ദനയെ കൂട്ടാൻ പറഞ്ഞു. പോയ പോലെയല്ല ശിവാനി തിരിച്ചെത്തിയതെന്ന് ടീച്ചർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. സിറ്റ് ഔട്ടിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന അവർ മുറ്റത്തേക്ക് ഓടി വന്നു. അയ്യോ മോളെ, ഇതെന്തു പറ്റി? മുഖമൊക്കെ എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നേ? പറയാമ്മ, ആദ്യം അകത്ത് കയറട്ടെ.
ശ്രദ്ധയോടെ ശിവാനിയെ സോഫയിലിരുത്തിക്കൊണ്ട് ടീച്ചർ അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ഉണ്ണി ഷോപ്പിൽ നടന്ന കാര്യങ്ങൾ അതിനിടയിൽ പറഞ്ഞു. ഓരോന്ന് കൺമുന്നിൽ വരുമ്പോഴും അവൾ വിറച്ചുകൊണ്ടിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഉണ്ണിക്ക് മനുവിൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നത്. ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയവൻ്റെ കയ്യിൽ ഒരു പിടി വീണു. അവൻ തിരിഞ്ഞു നോക്കി. എങ്ങോട്ടും പോവൂലല്ലോ? കണ്ണു നിറച്ച് വിതുമ്പി ചോദിക്കുന്നവളെ കണ്ട് അവനേറെ വാത്സല്യം തോന്നി. ഇല്ലടാ, ഇവിടെ തന്നെ ഉണ്ടാകും, എങ്ങോട്ടും പോവൂല. അവൻ അവളുടെ നെറുകയിൽ തലോടി. സീതയെ വിളിച്ച് നാളെ കാണാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ ശിവാനി കുളിക്കാനായി പോയിരുന്നു. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വാടിക്കുഴഞ്ഞിരിക്കുന്ന പെണ്ണിനെ കണ്ട് എല്ലാവർക്കും വേദന തോന്നി. നന്ദന ഉറങ്ങാനായി ശിവാനിയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾ ഉണ്ണിയെ ഒന്ന് നോക്കി. മമ്മി വേണ്ട, അവൾ എൻ്റെ കൂടെ മുകളിലാ ഉറങ്ങുന്നേ. നന്ദന അമ്പരന്ന് അവനെ നോക്കി. ഞാൻ ശ്രദ്ധിച്ചോളാം മോനെ. വേണ്ട മമ്മി. ഉണ്ണി ശിവാനിയെ തൻ്റെ തോളോട് ചേർത്ത് നിർത്തി. ഒരെതിർപ്പുമില്ലാതെ ആ ചൂടിൽ അവൾ പറ്റിച്ചേർന്നു. നന്ദന ടീച്ചറെ നോക്കിയപ്പോൾ അവരൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ചെക്കനെ കാണുമ്പോൾ എന്തോരം പേടിച്ച് വിറച്ച കൊച്ച. ഇപ്പോൾ കണ്ടില്ലേ, അവളുടെ പേടി പോണെങ്കിൽ അവൻ്റെ ചൂട് വേണം. ടീച്ചർ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓരോന്നോർത്ത് തൻ്റെ മുറിയിലേക്ക് നടന്നു. ശിവാനിയെ കട്ടിലിൻ്റെ നടുക്കായി അവൻ കിടത്തി നന്നായി പുതപ്പിച്ചു കൊടുത്തു. ഉറങ്ങിക്കോ ശിവ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നെറ്റിയിൽ മൃദുചുംബനം കൊടുത്തുകൊണ്ടവൻ പിൻവാങ്ങുമ്പോൾ വയറിലായി ഇറുകെ പുണർന്നവൾ വിതുമ്പി. എന്താടാ, അത് കഴിഞ്ഞില്ലേ? ഇനി അത് ഓർക്കണ്ട. അയാൾ ഇവിടെയൊക്കെ തൊട്ടു ഉണ്ണിയേട്ടാ. തൻ്റെ ചുണ്ടോട് ചേർത്ത് വിരലിൽ അമർത്തിയപ്പോൾ ശിവാനി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഉണ്ണിയുടെ നെഞ്ച് നെരിപ്പോട് പോലെ എരിഞ്ഞു. ഞരമ്പുകളെല്ലാം പിടച്ചു നിന്നു. ദേഷ്യം കൊണ്ടവൻ അടിമുടി വിറക്കുന്നത് അടഞ്ഞ കണ്ണുകൾക്കപ്പുറവും അവൾ തിരിച്ചറിഞ്ഞു. അത് ഞാൻ മായ്ച്ചു തരാം ശിവ, കണ്ണു തുറക്ക്. ഉണ്ണി പീലികൾ ഇടതൂർന്ന് വിടർന്ന കണ്ണിലേക്ക് വിരൽ ചേർത്തു. ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് നുണയുന്ന ഉണ്ണിയുടെ നിശ്വാസം അവളുടെ മുഖമാകെ നിറഞ്ഞു. അവനൊട്ടും വേദനിപ്പിച്ചില്ല. പ്രണയവും വാത്സല്യവും നിറച്ചുകൊണ്ടവൻ ചുണ്ടിൻ്റെ മാധുര്യം നുണഞ്ഞെടുത്തു. ശ്വാസം വലിക്കാതെ മുഖമുയർത്തുമ്പോൾ കണ്ണു തുറന്ന് ശിവാനിയെ നോക്കിയിരുന്നു. ഇനി ഇതേ ഓർക്കാവൂ, ഇത് മാത്രം. അവൾ തലയാട്ടി. പിന്നെ ഉണ്ണിയേട്ട, ഒരു കാര്യം, ചിലപ്പോൾ എൻ്റെ തോന്നലാവും, അറിഞ്ഞൂടാ. എന്താടാ? അത് അയാൾ ഇതിനു മുമ്പും എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടല്ല അങ്ങനെ ഒരു തോന്നൽ. പക്ഷേ എപ്പോഴാന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതിന് ഉണ്ണി ഒന്ന് മൂളുക മാത്രം ചെയ്തു. എൻ്റെ കുട്ടി ഉറങ്ങിക്കോ, അതൊന്നും ഓർക്കണ്ട. അവൻ തലമുടിയിൽ പതിയെ തഴുകി. അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. അവളെ നോക്കിക്കൊണ്ട് തന്നെ ഉണ്ണി ഫോൺ എടുത്തു. എന്തായി? കിട്ടിയില്ലടാ, പക്ഷേ നമ്മൾ വിചാരിച്ച ആൾ തന്നെ വിദഗ്ധമായി CCTVയിൽ മുഖം പെടാതെ പുറത്തു കടന്നു. നീ ടെൻഷനാവണ്ട, നമ്മുടെ കയ്യിൽ കിട്ടും. ഉണ്ണി ഫോൺ കട്ടാക്കി ശിവാനിയുടെ അടുത്ത് ചെന്ന് കിടന്നു. ഉറങ്ങുന്നവളെ തൻ്റെ വലത് നെഞ്ചിലായി കയറ്റി കിടത്തി. ഓരോന്നോർത്ത് അവനും പതിയെ കണ്ണുകൾ അടച്ചു. രാവിലെ ശിവാനി ഉണക്കമുണർന്നപ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന ഉണ്ണിയെ കണ്ട് നിറഞ്ഞു ചിരിച്ചു. എവിടെയോ പോകാനായി ഒരുങ്ങിയ പോലെ അവൻ തൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് ശരിയാക്കി. നീണ്ട മുടിയിഴകൾ പുറകോട്ട് ചേർത്ത് ബൺ ചെയ്തിട്ടുണ്ട്. ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ 10:30. സമയം തെറ്റിയതാണോ എന്ന് സംശയിച്ച് കണ്ണു തിരുമ്മി ഒന്നുകൂടെ നോക്കിയ ശിവാനി കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഡി പതിയെ, നിനക്കെന്താ ഇത്ര തിരക്ക്? സമയം ഇത്രയായിട്ടും ഉണ്ണിയേട്ടൻ എന്താ എന്നെ വിളിക്കാതിരുന്നേ? നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാ? അമ്മയും എന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിക്കാൻ? പെട്ടെന്ന് ഫ്രഷായി വാ, ഒരുമിച്ച് താഴേക്ക് പോവാം. ഉണ്ണിയേട്ടൻ എങ്ങോട്ടെങ്കിലും പോകുവാണോ?
ഒരാളെ കാണാനുണ്ട്. പെട്ടെന്ന് വരുമോ? ഉണ്ണി കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. ഇന്നലത്തെ ഭയം അവളെ അത്രമേൽ തളർത്തിയിട്ടുണ്ട്. ഉണ്ണി അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഫ്രഷായി തിരിച്ചു വന്ന് ഡോറിനടുത്ത് നടന്നവളുടെ കൈ പിടിച്ചു. ശിവാനി കണ്ണിറുക്കി അടച്ച് തിരിഞ്ഞു നോക്കാതെ നിന്നു. അങ്ങ് പോയാലോ? ഇന്നലത്തെ സാഹചര്യം അതായോണ്ട ഞാൻ അനങ്ങാതെ കിടന്നേ. ഒരു പോള കണ്ണടച്ചില്ല ഞാൻ. അറിയോ ശിവ, നീ അടുത്തങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങും? ഉണ്ണി അവളുടെ അടുത്തേക്ക് വന്ന് വയറിലൂടെ കൈയിട്ട് എടുത്തുയർത്തി. പിടഞ്ഞുപോയ അവളെയും കൊണ്ട് ടേബിളിനടുത്തെത്തി. ഒരു കൈ കൊണ്ട് അതിനു മുകളിലുള്ള സാധനങ്ങളെല്ലാം തട്ടി താഴെയിട്ടു. ടേബിളിന് മുകളിലായി ഇരുത്തുമ്പോൾ കണ്ണുകൾ അപ്പോഴും അടച്ചു പിടിക്കുകയായിരുന്നു അവൾ. അവൻ ആ മുഖം നോക്കി മൃദുവായി ഒന്നൂതി. കണ്ണുകൾ വലിച്ചു തുറന്നപ്പോൾ കുസൃതിയോടെ നോക്കി ചിരിക്കുന്ന ഉണ്ണിയെ കണ്ട് അടിവയറ്റിൽ എവിടെയോ മഴ പെയ്യുന്ന ഒരു സുഖം. ശരിയാണ്, ഇന്നലെ ഒരുമിച്ചുറങ്ങിയിട്ടും തന്നെ മറ്റൊരു രീതിയിൽ തൊട്ടിട്ടില്ല. ചേർത്ത് പിടിച്ചപ്പോൾ അനുഭവപ്പെട്ട സുരക്ഷിതത്വം മറ്റെവിടെ നിന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എന്തോ പോലെ. മുഖത്ത് നോക്കാൻ വയ്യ. ശരീരമാസകലം വിയർപ്പ് പൊടിയുന്നു. കാലുകളിൽ തരിപ്പ് പടരുന്നു. നെഞ്ചാകെ കൊത്തി വലിക്കുന്നു. ആ സ്പർശനത്തിൽ മറ്റൊരിക്കലും തോന്നിയിട്ടില്ലാത്ത വികാരങ്ങൾ മനസ്സിലും ശരീരത്തിലും വന്നു നിറയുന്നു. എന്തോർക്കുക ശിവ? ഉണ്ണി അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ശിവാനിക്ക് ഒന്നനങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. തൊണ്ടക്കുഴിയിലൂടെ ഉമിനീർ ഇറങ്ങിപ്പോകുന്നത് കൗതുകത്തോടെ അവൻ നോക്കി നിന്നു. ഇന്നലെ തന്നതുപോലെ ഇപ്പോൾ ഒന്ന് തരാവോ? അവളുടെ മിഴികൾ പിടഞ്ഞു. എന്തൊരു മധുരാണെന്നറിയോ നിന്റെ ചുണ്ടുകൾക്ക്? അത്രയും സോഫ്റ്റ്. കടിച്ചെടുത്താൽ പിന്നെ വിട്ട് കളയാൻ തോന്നില്ല. വയ്യ. ഈ വാക്കുകളാണ് കേൾക്കാൻ പറ്റാത്തത്, ശരീരത്തെ തളർത്തുന്നത്. അവൻ തൊടുന്നത് പോലെ വാക്കുകളും നിശ്വാസങ്ങളും നിലതെറ്റിക്കുന്നു. ഇനി കണ്ണടക്കല്ലേ ശിവ, വേഗം താ, പിന്നെ ഞാൻ പോയി വന്നിട്ട് മതി. കുറുമ്പോടെ അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശിവ കണ്ണുരുട്ടി നോക്കി. എൻ്റെ പൊന്നു മോളെ, ഇങ്ങനെയൊന്നും നോക്കിക്കളയല്ലേ. അല്ലെങ്കിലേ മനുഷ്യൻ ഒരുവിധം പിടിച്ചു നിൽക്കുന്നതാ. നിനക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ഉണ്ണിയേട്ടനുണ്ട് കേട്ടോ. വേണ്ട ഉണ്ണിയേട്ടാ. വേണം ശിവ, ഞാനൊരു പാവല്ലേ. ഇടയ്ക്കൊക്കെ എനിക്കും തരണ്ടേ? കൊതിയായിട്ടല്ലടേ. ശിവാനിയുടെ മാർദ്ദവമുള്ള ഇളം ചുവപ്പ് ചുണ്ടുകളിൽ വിരൽ തടവിക്കൊണ്ടവൻ പറഞ്ഞു. അവൾ തൻ്റെ വിറക്കുന്ന കൈകൾ അവൻ്റെ ഷോൾഡറിൽ അമർത്തി. ഉമിനീർ ഇറക്കിക്കൊണ്ട് ചുവന്ന് കലങ്ങിയ കണ്ണിലേക്കൊന്ന് നോക്കി. അവൾ തൻ്റെ ചുണ്ടുകൾ പല്ലുകൾ കൊണ്ടൊന്ന് കടിച്ചു. ഉണ്ണിയുടെ ഹൃദയമിടിപ്പ് കൂടി. താളം തെറ്റുന്ന മനസ്സിനെയും ഹൃദയത്തെയും അവൻ പണിപ്പെട്ട് നിയന്ത്രിച്ചു. ശിവാനി അവനിലേക്ക് മുഖം ചേർത്തപ്പോൾ ചുടുനിശ്വാസം അവൻ്റെ ഓരോ രോമകൂപത്തെയും ഉണർത്തി. ചുണ്ടുകൾ പരസ്പരം ഇണചേർന്നു. അവളുടെ കൈ പതിയെ അവൻ്റെ തലമുടിയെ കൊരുത്തു വലിച്ചു. മൃദുലവും പ്രണയപൂർണവുമായ ചുംബനത്തെ അവൻ ആവോളം ആസ്വദിച്ചു. ഒരിക്കലും അവസാനിക്കരുതെന്ന് ആഗ്രഹിച്ചു. ശ്വാസം വിലങ്ങി. മുടിയിൽ അവളുടെ പിടുത്തം ശക്തിപ്പെട്ടു. ആ വേദന അവനിലെ പുരുഷനെ ഉണർത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഉണ്ണി അവളെ പിറകോട്ട് മാറ്റി. പറ്റില്ല ശിവ, ഇനിയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കയ്യിൽ നിന്ന് പോകും. അതിപ്പോൾ താങ്ങാൻ നിനക്ക് പറ്റില്ല. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ക്രമം തെറ്റി ശക്തമായി പിടയ്ക്കുന്ന ഹൃദയതാളം അവൾ അടുത്തറിഞ്ഞു. വാ പോകാം, ഇനിയും ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. ഉണ്ണി അവളുടെ കൈ പിടിച്ച് താഴേക്ക് നടന്നു. ഇന്നലെ അവൻ്റെ കൂടെ മുകളിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ വല്ലാത്ത നാണം, പരവേശം. അവർ വേറെ എന്തെങ്കിലും വിചാരിച്ചു കാണുമോ എന്ന ടെൻഷൻ. ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. മോൾക്ക് വേദനയൊന്നും ഇല്ലാലോ? ടീച്ചർ അടുത്ത് വന്ന് അവളെ ചേർത്ത് നിർത്തി. ശിവാനി പതിയെ ചിരിച്ച് ഇല്ലെന്ന് തലയാട്ടി. ഉണ്ണി പെട്ടെന്ന് തന്നെ കഴിച്ച് പുറത്തേക്കിറങ്ങി. പോകുന്നതിന് മുമ്പ് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. അടുക്കളയിലൊന്നും കയറണ്ട കേട്ടോ, പോയി പഠിക്ക്. ക്ഷീണം വന്നാൽ കുറച്ച് ഉറങ്ങിക്കോ. കേട്ടല്ലോ അമ്മ? ആദ്യം പറഞ്ഞത് ശിവാനിയോടാണെങ്കിലും ശ്രദ്ധിക്കണമെന്ന താക്കീതായിരുന്നു
അവസാന വാക്കിൽ അമ്മയ്ക്ക് നൽകിയത്. പോയിട്ട് വാ ചെക്ക, നിന്റെ പെണ്ണിനെ ഞാൻ നോക്കിക്കോളും. കാറിൽ കയറുന്നതിന് മുമ്പ് ഉണ്ണി ശേഖരേട്ടനെ കൈനീട്ടി വിളിച്ചു. ചുണ്ടിലെ പാതി സിഗരറ്റ് താഴെയിട്ട് ഞെരിച്ചുകൊണ്ട് അയാൾ അവൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. ശ്രദ്ധിക്കണം ശേഖരേട്ടാ, ഒരു നോട്ടം പോലും തെറ്റരുത്. ഞാൻ നോക്കാടാ, നീ ധൈര്യമായിട്ട് ചെല്ല്. തോളിൽ തട്ടി അത് പറഞ്ഞപ്പോൾ ഉണ്ണി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അലയടിച്ചുയരുന്ന കടലിലേക്ക് നോക്കിക്കൊണ്ട് അവൻ നിന്നു. പുറകിൽ അതിനേക്കാൾ പ്രക്ഷുബ്ധമായ മനസ്സോടെ സീതയും. എന്താ പറയാനുള്ളത്? എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. അത് എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. അവർ സാലി തലപ്പ് കൊണ്ട് വാ പൊത്തി കരച്ചിലടക്കി. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അവൻ്റെ ശബ്ദത്തിൽ താല്പര്യമില്ലായ്മ നിറഞ്ഞിരുന്നു. അതെനിക്ക് മനസ്സിലാവും. എന്നാലും ഞാനൊരമ്മയല്ലേ, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ. പക്ഷെ അന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മനസ്സിലാകാത്ത പോലെ ഉണ്ണി അവരുടെ മുഖത്തേക്ക് നോക്കി. അല്പം അടുത്തേക്ക് വന്ന് സീത മുന്നിലേക്കിട്ട മുടി പിറകോട്ടേക്ക് മാറ്റി. കഴുത്തിൽ നീലിച്ചു കിടക്കുന്ന വിരൽപ്പാടുകളിലേക്ക് അവനൊന്ന് നോക്കി.